നെക്സ്റ്റ് ആക്ടിവിറ്റി റേഷ്യോ ആണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. നമ്മൾ കിട്ടാനുള്ള കാര്യം മാത്രമേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ നേരത്തെ. എത്ര പെട്ടെന്നാണ് നമ്മൾ ഡെപ്റ്റേഴ്സിനെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കാനുള്ള ക്യാഷ് എത്ര പെട്ടെന്നാണ് കൊടുത്തു തീർക്കുന്നത് എന്നുള്ളത് അല്ലേ. സോ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി എത്രയാണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ? ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ്, അഥവാ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ക്യാഷ് കൊടുക്കാനുണ്ടാവുക, ആൻഡ് the average creditors including bills payable. ഓക്കെ, സോ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഇവിടെ ബിൽസ് റിസീവബിളിന് പകരം എന്താണ് ഉണ്ടാവുക? ബിൽസ് പേയബിൾ ആണ് ഉണ്ടാവുക അല്ലേ. ബിൽ ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ അല്ല, ബിൽസ് പേയബിൾ ആണ്. അത് മാറ്റി കൊടുക്കണം, ബിൽസ് പേയബിൾ ആണ് ഉണ്ടാവുക. ഓക്കെ, സോ രണ്ട് കോമ്പോണൻസ് ആണ് ഇതിലുള്ളത്. വൺ ഇസ് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ആൻഡ് ദ അതർ വൺ ഇസ് ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് പേയബിൾ. ഓക്കെ, സോ വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ്, എങ്ങനെയാണ് നമുക്ക് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് കിട്ടുക? ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്താൽ നമുക്ക് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് കിട്ടുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് നമ്മൾ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ടോട്ടലിൽ നിന്ന് നമ്മൾക്ക് എത്ര രൂപക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്തു. രണ്ട് രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവാം. ഒന്ന് നമ്മൾ ക്യാഷിനല്ല, ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവാം, ക്യാഷിന് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവാം. ഇതാണ് നമ്മുടെ ടോട്ടൽ പർച്ചേസ് എന്ന് വിളിക്കുന്നത് അല്ലേ, ടോട്ടൽ പർച്ചേസ് എന്ന് പറയുന്നത്. സോ നമുക്ക് കിട്ടേണ്ടത് ഈ ക്രെഡിറ്റ് പർച്ചേസ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ടോട്ടലി നമ്മൾ പർച്ചേസ് ചെയ്തതിൽ നിന്ന് ക്യാഷ് പർച്ചേസ് നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്രെഡിറ്റ് പർച്ചേസ് കിട്ടും. ദെൻ പിന്നീട് നമുക്ക് കിട്ടാനുള്ളത് എന്താണ്? ആവറേജ് ക്രെഡിറ്റേഴ്സ് ആണ് നമുക്ക് കിട്ടാനുള്ളത്. ആവറേജ് ക്രെഡിറ്റേഴ്സ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ആവറേജ് ക്രെഡിറ്റേഴ്സ് കിട്ടാൻ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2. ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആവറേജ് ക്രെഡിറ്റേഴ്സ് കിട്ടും. ഇനി അതുപോലെ തന്നെ ആവറേജ് ബിൽസ് പേയബിൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിലും, ഇതൊക്കെ ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണ്ട. ഇത് നിങ്ങൾക്ക് തരാണ്. നമുക്ക് ആവറേജ് ക്രെഡിറ്റേഴ്സ് കാണാൻ നിങ്ങൾക്ക് ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സും ക്ലോസിങ്ങും തരാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും ഇത് തമ്മിൽ എന്ത് ചെയ്യുക? കണ്ടുപിടിച്ച് വെക്കുക. എന്നിട്ട് ഡിവൈഡ് കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവറേജ് ബിൽസ് പേയബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഓപ്പണിംഗ് ബിൽസ് പേയബിൾ തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ബിൽസ് പേയബിളും തന്നിട്ടുണ്ട്. ഇത് തന്നാൽ മാത്രം ചെയ്താൽ മതി. എന്നിട്ട് ഇത് ചെയ്തിട്ട് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. ഓക്കെ, അല്ലാണ്ട് വെറുതെ ഇതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പോകരുത്. ഓപ്പണിങ്ങും ക്ലോസിങ് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ ടേക്ക് ഇറ്റ് ആസ് ആൻഡ് ആവറേജ് ക്രെഡിറ്റേഴ്സ് ആയിട്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് പരസ്പരം എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇയേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. സോ ഇനിയും നിങ്ങൾക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. റാണി ലിമിറ്റഡിൻ്റെ ക്വസ്റ്റ്യനാണ് തന്നിട്ടുള്ളത്. റാണി ലിമിറ്റഡ് പർച്ചേസ് ദ ഗുഡ്സ് ഓൺ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ടേംസ് ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ, കാൽക്കുലേറ്റ് ദ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഇത്രയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് ടോട്ടൽ പർച്ചേസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാഷ് പർച്ചേസ് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ പർച്ചേസ് റിട്ടേൺ തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ടോട്ടൽ പർച്ചേസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, നമുക്കിവിടെ സോൾവ് ചെയ്യാൻ എന്ത് മാത്രമേ ആവശ്യമുള്ളൂ? ക്രെഡിറ്റ് പർച്ചേസ് മാത്രം. ക്രെഡിറ്റ് പർച്ചേസ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ടോട്ടൽ പർച്ചേസിൽ നിന്ന് ക്യാഷ് പർച്ചേസ് മൈനസ് ചെയ്യണം. അഥവാ 4,20,000 നിന്ന് ക്യാഷ് പർച്ചേസ് മൈനസ് ചെയ്യുക, 40,000 രൂപ മൈനസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഗ്രോസ് ക്രെഡിറ്റ് പർച്ചേസ് കിട്ടും. ഈ ഗ്രോസ് ക്രെഡിറ്റ് പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്യുക. അഥവാ 4,20,000 നിന്ന് 40,000 ഫസ്റ്റ് മൈനസ് ചെയ്യുന്നു. 40,000 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 3,80,000 കിട്ടും. ഈ 3,80,000 നിന്ന് അതിൻ്റെ റിട്ടേൺ മൈനസ് ചെയ്യുക, 20,000 രൂപ. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 3,60,000 രൂപ ആസ് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് നിങ്ങൾക്ക് കിട്ടും. പിന്നീട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പിന്നെ തന്നിട്ടുള്ളത് ക്രെഡിറ്റേഴ്സ് അറ്റ് ദ എൻഡ് തന്നിട്ടുണ്ട്, ബിൽസ് പേയബിൾ അറ്റ് ദ
എൻഡ് തന്നിട്ടുണ്ട്, എൻഡാണ് തന്നിട്ടുള്ളത്. സോ ഒന്നും ചെയ്യേണ്ട, രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ടേക്ക് ഇറ്റ് ആസ് ആവറേജ് ക്രെഡിറ്റേഴ്സ്. സോ നിങ്ങൾക്ക് മുകളിലുള്ള പോർഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു 4,20,000 നിന്ന് 40,000 മൈനസ് ചെയ്യുന്നു. നമുക്ക് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ഗ്രോസ് ക്രെഡിറ്റ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ 3,80,000 വരും. 3,80,000 നിന്ന് പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്യുന്നു. നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ. സോ 3,80,000 മൈനസ് 20,000, 3,60,000. ദെൻ പിന്നീടോ നിങ്ങൾ എന്ത് ചെയ്യും? ക്രെഡിറ്റേഴ്സ് അറ്റ് ദി എൻഡ് ആൻഡ് ബിൽസ് പേബിൾ അറ്റ് ദി എൻഡ്. ക്ലോസിംഗ് ആണ് തന്നിട്ടുള്ളത് 80,000 അല്ലേ. രണ്ടും കൂടി ആഡ് ചെയ്യുക. ഇത് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണ്ട, ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാനൊന്നും പോകണ്ട. ക്ലോസിംഗ് ആണ് തന്നിട്ടുള്ളത്, ഓപ്പണിംഗ് തരുമ്പോൾ മാത്രം ചെയ്താൽ മതി. അങ്ങനെ ഇത് തമ്മിൽ ആഡ് ചെയ്യാം. ദെൻ നോട്ട് ആഡ്, ഡിവൈഡ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് എന്ത് കിട്ടും? ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കിട്ടും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് നേരെ നിങ്ങൾക്ക് തന്നു. സോ ക്രെഡിറ്റ് പർച്ചേസ്, ഗ്രോസ് ക്രെഡിറ്റ് പർച്ചേസ് ആണ് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ചെയ്യാൻ ആവശ്യം എന്താണ്? നെറ്റാണ് അല്ലേ. നെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്യണം. സോ 6,20,000 നിന്ന് 20,000 മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് കിട്ടും. എത്രയാവും അപ്പോൾ? 6 ലക്ഷം രൂപയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത് 6 ലക്ഷം രൂപ. നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയാണ്. ദെൻ പിന്നീട് നമുക്ക് 2 ഫിഗർ തന്നിട്ടുണ്ട്. ഇത് എന്താണെന്നൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്നും സോൾവ് ചെയ്യാൻ പോകണ്ട. ജസ്റ്റ് അസ്യൂം ദാറ്റ് ഇറ്റ്സ് ക്ലോസിംഗ് 45,000 പ്ലസ് 15,000 അഥവാ 60,000. രണ്ടും കൂടി ആഡ് ചെയ്യാം. അത് ക്ലോസിംഗ് ആയിട്ട് എടുത്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോകണ്ട. ഓരോ ബാലൻസ് തന്നിട്ടുള്ളൂ. രണ്ടിൻ്റെയും ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയാൽ മതി. അതർവൈസ് ടേക്ക് ഇറ്റ് ആസ് ആവറേജ്. ഓക്കെ, ഡിവൈഡ് ചെയ്യുക, സോൾവ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് വേറൊരു കൈൻഡ് ഓഫ് ടേൺ ഓവർ റേഷ്യോ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 കോമ്പോണൻസ്. കറണ്ട് അസറ്റുകളെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കറണ്ട് ലാബിലിറ്റീസിനെ കുറിച്ചിട്ടും പഠിച്ചിട്ടുണ്ട്. ഇത് തമ്മിൽ നമ്മൾ മൈനസ് ചെയ്യുകയാണെങ്കിൽ, നമ്മളിത് തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ടല്ലേ പഠിച്ചത്. ഇനി ഇത് തമ്മിൽ നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി. കോമ്പോണൻസുകളെല്ലാം നിങ്ങൾക്കറിയാം, നേരത്തെ തന്നെ നമ്മൾ പഠിച്ചതാണ്. ഇത് മൈനസ് ചെയ്താൽ മതി. പരസ്പരം ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ താഴെയുള്ള പോർഷനായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. ഇനി എങ്ങനെയാണ് നമ്മൾക്ക് നെറ്റ് സെയിൽ കിട്ടുക? സെയിലിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നോക്കാം. സെയിലിൽ നിന്ന്, ടോട്ടൽ സെയിലിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സെയിൽ കിട്ടും. വർക്കിംഗ് ക്യാപിറ്റൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലാബിലിറ്റി മൈനസ് ചെയ്താൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യുക. കറണ്ട് അസറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഇങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, കാൽക്കുലേറ്റ് ദ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. എങ്ങനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നു അല്ലേ. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി. അസറ്റ് ഇവിടെ ഉള്ളത് എത്രയാണ്? 2 ലക്ഷം. 2 ലക്ഷം മൈനസ് 1,20,000 അഥവാ 80,000 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കിട്ടുന്നത്. പിന്നെയോ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? സെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ആണ് നെറ്റ് സെയിൽ എന്ന് പറയുന്നത്. 5,70,50,000 സെയിലുണ്ട്. അതിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സെയിൽ കിട്ടും. അഥവാ 5,60,000 രൂപയാണ് ഇവിടുത്തെ ആൻസർ അല്ലേ, നെറ്റ് സെയിൽ എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ